അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള ഉമ്മമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹദക്കും ഇദാ ഖാമ യുസല്ലി ഇന്നമാ യഖൂമു യുനാജി റബ്ബഹു ഫലയൻദുർ കൈഫ യുനാജിഹി. അല്ലാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരടയാളമാണ് നമസ്കാരം. അല്ലാഹുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്വകാര്യ സംഭാഷണമാണത്. കൃത്യമായ നിഷ്ഠയോടെയും പൂർണ്ണതയോടെയും വേണം അത് നിർവഹിക്കാൻ. അശ്രദ്ധമായ ചലനങ്ങളും അലസമായ മനസ്സുകളോടും കൂടി നമസ്കരിച്ചാൽ ആ നമസ്കാരം നമുക്ക് തന്നെ ദോഷമായിരിക്കും. നമസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്നാൽ അലസ മനസ്സോടെ അശ്രദ്ധയോടെ നമസ്കരിക്കുന്ന നമസ്കാരം അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ അതൃപ്തിയുമായിരിക്കും വരുത്തി വെക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിനായി എഴുന്നേറ്റ് നിന്നാൽ ഇന്ന അഹദക്കും ഇദാ ഖാമ യുസല്ലി, എന്നിട്ട് അവൻ ഓർക്കട്ടെ ഇന്നമാ യഖൂമു യുനാജി റബ്ബഹു, തന്റെ നാഥനുമായി സംഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഫലയൻദുർ കൈഫ യുനാജിഹി, അതിനാൽ എങ്ങനെയാണ് തന്റെ രക്ഷിതാവുമായി സംഭാഷണം നടത്തുന്നതെന്ന് ഓരോരുത്തരും സ്വയം ആലോചിച്ച് നോക്കട്ടെ. സുബഹ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അള്ളാഹുമായിട്ട് ചില സ്വകാര്യ സംഭാഷണം നടത്തി കഴിഞ്ഞു. നമ്മള് എങ്ങനെയായിരുന്നു പടച്ചവനോട് നമ്മൾ വർത്തമാനം പറഞ്ഞത്? എന്തൊക്കെയാണ് പടച്ചവനോട് നമ്മൾ ചോദിച്ചത്? ആ ചോദിച്ചതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്നായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലൊരു പ്രവർത്തനം നമസ്കാരം. അതങ്ങനെ രണ്ടരക്കാലത്ത് ചില വ്യായാമ മുറകൾ എന്ന പോലെ നിർവഹിക്കൽ മാത്രമാണോ? ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കാരം തികവോടുകൂടി പൂർണ്ണതയോടുകൂടി നമസ്കരിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. ഒരു മുസ്ലിം നിർബന്ധ നമസ്കാരത്തിന് സമയമാവുകയും അവൻ ഭംഗിയായി ഉളുവെടുക്കുകയും നമസ്കാരത്തിലെ ഭക്തിയും റുക്കുവും പൂർണ്ണതയോടെ അനുഷ്ഠിക്കുകയും ചെയ്തു. അവൻ പാപങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും ആ നമസ്കാരം കൊണ്ട് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം നമസ്കാരം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ 60 വർഷക്കാലം നമസ്കാരം നിർവഹിക്കും. ഇന്ന റജുല ലയുസല്ലി 60 സന വമാ തുഖബ്ബലു ലഹു സ്വലാത്ത്, അവന്റെ നമസ്കാരത്തിൽ ഒന്നുപോലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം റസൂല് പറയുന്നത് ലഅല്ലഹു യുതിമ്മു റുകൂഅ വലാ യുതിമ്മു സുജൂദ വയുതിമ്മു സുജൂദ വലാ യുതിമ്മു റുകൂഅ. റുക്കൂ നല്ല രീതിയിൽ ചെയ്താൽ സുജൂദ് ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല. സുജൂദ് നല്ല രീതിയിൽ ചെയ്താലോ ചിലപ്പോൾ റുക്കൂ അതിന്റെ പൂർണ്ണതയിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. ഒരാൾ 60 വർഷക്കാലം ജീവിച്ചു എന്നാ. ഇപ്പോ പക്വത എത്തിയിട്ട് ഒരു 70 വയസ്സ് വരെയുള്ള ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്. 10 വയസ്സായാൽ നമസ്കാരം നിർബന്ധമാണല്ലോ. അതല്ലെങ്കിൽ നമസ്കാരം അതിന്റെ പൂർണ്ണതയിൽ നമസ്കരിക്കാൻ കുട്ടികളെ നിർബന്ധിക്കുന്ന കാലമാണ്. അപ്പൊ 10 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യൻ 60 വർഷക്കാലം അദ്ദേഹത്തിന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ഒരാൾ ശരിയായ രീതിയിൽ അംഗശുദ്ധി വരുത്തുകയും ശേഷം നമസ്കാരത്തിനായി നിൽക്കുകയും അതിലെ റുക്കൂ, സുജൂദ്, ഖുർആൻ പാരായണം എന്നിവ തികവോടെ അനുഷ്ഠിക്കുകയും ചെയ്താൽ ആ നമസ്കാരം അവനോട് പറയും, നീ എന്നെ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും കാത്തുരക്ഷിക്കട്ടെ. പിന്നീട് ആ നമസ്കാരം വെളിച്ചവും പ്രകാശവുമായി ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടും.
ആകാശത്തിന്റെ കവാടങ്ങൾ ആ നമസ്കാരം സ്വീകരിക്കാൻ തുറക്കപ്പെടും. എന്നാൽ മറ്റൊരാൾ പൂർണ്ണമായ തോതിൽ വുളൂഎടുത്തില്ല, റുക്കൂ, സുജൂദ്, ഖുർആൻ പാരായണം തുടങ്ങിയവ അതിന്റെ പൂർണ്ണതയിൽ ഭക്തിയോടെ അനുഷ്ഠിക്കാതിരുന്നു. അങ്ങനെയാകുമ്പോ ആ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ കഴിഞ്ഞാൽ നമസ്കാരം അവനോട് പറയും, എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നിന്നെയും പാഴാക്കട്ടെ. തുടർന്ന് കറുത്തിരുണ്ട നിലയിൽ ആകാശലോകത്തേക്ക് അത് ഉയർത്തപ്പെടും. ആകാശ കവാടങ്ങൾ അതിന് നേരെ കൊട്ടിയടക്കും. പിന്നീട് ഒരു പഴയ വസ്ത്രം ചുറ്റിയെറിയുന്നത് പോലെ നമസ്കാരക്കാരന്റെ മുഖത്തേക്ക് തന്നെ ആ നമസ്കാരം വലിച്ചെറിയപ്പെടും. വളരെ ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ നിരന്തരം ഓർക്കേണ്ടുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. നമ്മുടെ നിസ്കാരം പടച്ചോൻ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നിർവഹിക്കുന്ന നമസ്കാരം, ഫർള് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം അതിന്റെ തികവോടെ ഖുശൂഓടും ഖുളൂഓടും കൂടി നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യരാണ്, പാകപ്പിഴവുകളും മറ്റൊക്കെ വന്നു പോയേക്കാം. അള്ളാഹുവോട് ആത്മാർത്ഥമായി നമസ്കാരം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതല്ലാതെ മെക്സണിൽ പങ്കെടുത്ത് ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ രാവിലെ നടക്കാനിറങ്ങുന്നത് പോലെ ഒരു കായികാഭ്യാസം എന്നതിൽ മാത്രം, അംഗങ്ങളുടെ ചലനങ്ങൾ കൊണ്ട് മാത്രം ബാക്കിയാവുന്ന ഒരു കർമ്മമായിട്ട് നമ്മുടെ നമസ്കാരം നാളെ പരലോകത്ത് നമുക്ക് വലിയൊരു നഷ്ടമായിക്കൂടാ. നമസ്കാരം ഖുശൂഓടുകൂടി നമസ്കരിക്കാൻ, ഏറെ ഭയഭക്തിയോടെ നമസ്കരിക്കാൻ ഇത്തരം ഹദീസുകൾ നമ്മളെ വല്ലാണ്ട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം അതിന്റെ തികവോടെ പൂർണ്ണതയോടെ നമസ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമസ്കാരം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ.